ഞങ്ങൾക്കല്പം വെള്ളം തരുമോ? ഇവിടുത്തെ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് വല്ലാത്ത ദാഹമുണ്ട്, ഇവിടുത്തെ വെള്ളം കുടിക്കാൻ കഴിയുന്നേയില്ല, ഞങ്ങളുടെ കുടലുകൾ ഉരുകി ഒലിച്ചു പോകുന്നു, വല്ലാത്ത ദാഹമുണ്ട്. അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ എന്തെങ്കിലും ഒരു ഭക്ഷണത്തിൽ നിന്ന് അല്പം ഞങ്ങൾക്ക് തരുമോ? തിരു മുസ്തഫ നബിക്കുള്ള ഹൗലുൽ കൗസറ, കുടിക്കുന്ന രസമെന്താണതിൽ നിന്നക്ക് സറാ, പുറത്തുള്ള മണ്ണും ചരലും മിസ്കും അമ്പറാ, പിന്നെന്തു പറയാനാ ഹബീബേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على أشرف الأنبياء والمرسلين وآل كل والصحابة أجمعين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل وأصحاب سيدنا محمد. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, സഹോദരന്മാരെ, സൂറത്തുൽ കൗസറിനെ കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഒരു പരിചയമുള്ള സൂറത്താണ് സൂറത്തുൽ കൗസർ. കാരണം നിസ്കരിക്കുന്ന സമയത്തൊക്കെ ഫാത്തിഹ കഴിഞ്ഞ ഉടനെ ഒരു സൂറത്ത് ഓതൽ സുന്നത്താണല്ലോ. എന്നാൽ പലരും, അധിക ആളുകളും നിസ്കാരത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ, അത് ളുഹറാവട്ടെ, അസറാവട്ടെ, മഗ്രിബാവട്ടെ, ഇശാ ആവട്ടെ, വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ വേഗം ഓതാൻ എളുപ്പമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ കൗസർ അല്ലേ? പരിശുദ്ധ ഖുർആനിലെ ചെറിയ ഒരു സൂറത്താണ് സൂറത്തുൽ കൗസർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇന്നാ അഅ്തൈനാകൽ കൗസർ, തീർച്ചയായും നബിയെ അങ്ങേക്ക് നാം ധാരാളം നന്മകൾ നൽകിയിരിക്കുന്നു. ഫസല്ലി ലിറബ്ബിക വൻഹർ, അതുകൊണ്ട് അങ്ങയുടെ റബ്ബിന് അങ്ങ് നിസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, തീർച്ചയായും താങ്കളെ ദേഷ്യം പിടിപ്പിക്കുന്നവൻ, വിദ്വേഷം വെച്ച് പുലർത്തുന്നവൻ തന്നെയാകുന്നു പരമ്പരയറ്റവൻ. അതാണ് ഈ സൂറത്തിൻ്റെ അർത്ഥം. ഇസ്ലാമിക പ്രബോധനത്തിന് വിള്ളൽ വീഴ്ത്താൻ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പല നിലക്കും പല നേരത്തും പല ഗൂഢശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശാരീരികമായും മാനസികമായും തളർത്താൻ ശ്രമം നടത്തിയിട്ടുണ്ട്. മുത്തുനബിക്ക് വേദനിച്ചു എന്ന് ഉറപ്പാകുന്നത് വരെ അവർ പരിഹാസങ്ങളും മറ്റു പീഡനങ്ങളും അഴിച്ചുവിട്ടിട്ടുണ്ട്. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷമിക്കും, അതൊന്നും ഓർത്തിരുന്ന് ടെൻഷൻ അടിക്കാറില്ല. എന്നാലും അങ്ങനെ പരിഹാസ വാക്കുകൾ അഴിച്ചു വിടുമ്പോൾ ചെറിയ ഒരു വേദന വരാതിരിക്കില്ലല്ലോ. ആരായാലും അത് സ്വാഭാവികമാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് കുറ്റം പറയുമ്പോൾ, നബിയെ പരിഹസിക്കുമ്പോൾ അള്ളാഹുവിന് കേട്ടിരിക്കാനും പറ്റൂല. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബാണ്. റബ്ബ് നേരിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അവർക്കെതിരെ സംസാരിക്കും, ഖുർആനിൻ്റെ ആയത്തുകൾ അവതരിപ്പിക്കും. അത് മുത്തുനബിയെ പരിഹസിച്ച, ചീത്ത വിളിച്ച ശത്രുക്കൾക്കൊരു പ്രഹരവും അത് മുത്തുനബിക്കൊരു ആശ്വാസവും കൂടിയായിരിക്കും. ഈ സൂറത്ത്
ഇറങ്ങാനൊരു കാരണമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കളിയാക്കുന്ന ഒരു ദുഷ്ടനായ മനുഷ്യനുണ്ടായിരുന്നു, ആസിബിന് വായിൽ എന്ന മനുഷ്യൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്ന സ്ഥലത്ത് എവിടൊക്കെ കാണുന്നുണ്ടോ അവിടൊക്കെ വെച്ചുകൊണ്ട് ഹബീബായ മുത്തുനബി തങ്ങളെ ആ മനുഷ്യൻ പരിഹസിച്ചിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൽ ഹറാമിൽ നിന്ന് പുറത്തു വരികയാണ്. ആസിബിന് വായിൽ അകത്തേക്കും പ്രവേശിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ എന്തോ ചില കാര്യങ്ങൾ സംസാരിച്ചു. ഈ സംസാരങ്ങളെല്ലാം മറ്റു ഖുറൈശികൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സംസാരമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന അയാളോട് ഖുറൈശികൾ ചോദിച്ചു, അല്ല, നീ ഇപ്പോൾ ആരോടാ സംസാരിച്ചത്? നല്ല സംസാരമായിരുന്നല്ലോ, ആരോടാ അങ്ങനെ സംസാരിച്ചിരുന്നത്? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അതോ ഞാൻ ആ അബ്തറിനോടാണ് സംസാരിച്ചത്. ഞാൻ ആ അബ്തറില്ലേ, ആ അബ്തറിനോടാണ് സംസാരിച്ചത്. അബ്തറി എന്ന് പറഞ്ഞാൽ കുറ്റിയറ്റുപോയവൻ, പിൻതലമുറ ഇല്ലാത്തവൻ, പരമ്പരയറ്റവൻ എന്നൊക്കെയാണ് അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കുമാർ ഉറക്കെയാണ് അബ്തറി എന്ന് വിളിച്ചത്. അബ്തറി എന്ന് വിളിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്തേ കാരണം എന്നറിയോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്ത മകൻ ഖാസിം റളിയല്ലാഹു അൻഹു വഫാത്തായ സന്ദർഭത്തിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിഷമിപ്പിക്കുന്ന ഈ കുത്തുവാക്ക് അവൻ പറയുന്നത്. എന്നാൽ തൻ്റെ ഹബീബിനെ പരിഹസിച്ചത് പടച്ച റബ്ബിന് സഹിച്ചില്ല. നബിയേ, അങ്ങ് ഒരിക്കലും അബ്തറല്ല. താങ്കളെ ദേഷ്യം പിടിപ്പിച്ച മനുഷ്യനില്ലേ, താങ്കളെ പരിഹസിച്ചതായ ദുഷ്ടൻ തന്നെയാണ് അബ്തർ. അവൻ പരമ്പരയറ്റവനാണ്, അവന് പരമ്പര ഇല്ലാത്തവനാണ്, അവൻ്റെ പരമ്പരയാണ് അറ്റുപോയത്. നബിയേ, താങ്കളുടെ പരമ്പര അറ്റുപോയിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിൻതലമുറക്കാരൻ ഇല്ല എന്ന്, പരമ്പരയറ്റുപോയവനാണ് എന്ന് പറഞ്ഞവന് മറുപടിയായിക്കൊണ്ട് അള്ളാഹു ഒരു സൂറത്ത് തന്നെ ഇറക്കിയതാണ്, സൂറത്തുൽ കൗസർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിച്ച ആ മനുഷ്യൻ്റെ പരമ്പരയെക്കുറിച്ച് ആർക്കും ഒരു അറിവുമില്ല. അവൻ്റെ പരമ്പര അറ്റുപോയി. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പര ഇന്നും നിലനിൽക്കുന്നു. എവിടെ പോയാലും ഏത് നാട്ടിലും അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു സയ്യിദെങ്കിലും ഉണ്ടാകാതിരിക്കൂല. ഗൗസുൽ ആലം തങ്ങള് മുത്തുനബിയുടെ പരമ്പരയല്ലേ. റിഫായി ശൈഖ് തങ്ങള് മുത്തുനബിൻ്റെ പരമ്പരയല്ലേ. മമ്പുറം തങ്ങളും ഉള്ളാള് തങ്ങളും നാം അറിയുന്നവരും അറിയാത്തവരുമായ ഓരോ സയ്യിദുമാരും മുത്തുനബിയുടെ പരമ്പരയായി ജീവിച്ചില്ലേ, ഇപ്പോഴും ജീവിക്കുന്നില്ലേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ദുനിയാവിലും ആഖിറത്തിലും ധാരാളം നന്മകൾ ലഭിച്ചവരാണ്, പ്രകീർത്തിക്കപ്പെടുന്നവരുമാണ്. തൻ്റെ അനുയായികൾ, തൻ്റെ കുടുംബങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഉണ്ടായിരിക്കും. തൻ്റെ പ്രസ്ഥാനം നടത്തിക്കൊണ്ടു പോകാൻ ജനകോടികൾ ഖിയാമത്ത് നാൾ വരെ പിൻതലമുറക്കാരായി ഉണ്ടായിരിക്കുമെന്നും, നിസ്കാരം നിലനിർത്തണമെന്നും ബലിദാനം നടത്തണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ കൽപ്പിക്കുകയും ചെയ്യുന്നു. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. അതിൻ്റെ തഫ്സീറിൽ
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അൽ കൗസറു അൽ ഖൈറുൽ കസീർ. കൗസർ എന്ന് പറഞ്ഞാൽ അത് ധാരാളം നന്മകൾ എന്നാണ് അർത്ഥം എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ഈ കൗസർ എന്നതിന് 16ഓളം തഫ്സീറുകൾ പറയുന്നുണ്ട്. അൽ ഊല, ഒന്നാമത്തത് അന്നഹു നഹറും ഫിൽ ജന്ന, അതിൽ ഒന്നാമത്തത് സ്വർഗത്തിൽ ഒരു നദിയാണ് കൗസർ എന്ന് പറയുന്നത്. രണ്ടാമത്തത് അന്നഹു ഹൗലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗലിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ കൗസർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ് എന്നും ഖുർആനാണ് എന്നും മുഅ്ജിസാത്തുകളാണ് എന്നും കസറത്തുൽ അസ്ഹാബി വൽ ഉമ്മ, ധാരാളം അനുയായികളും സ്വഹാബികളുമാണ് എന്നുമൊക്കെ അഭിപ്രായങ്ങളുണ്ട്. അസഹ്ഹു ഹാദിഹിൽ അഖ്വാലി അന്നഹു നഹറും ഫിൽ ജന്ന, ഇവകളിൽ ഏറ്റവും നല്ല അഭിപ്രായമുള്ളത് സ്വർഗത്തിലെ നദിയാണ് കൗസർ എന്ന് പറയുന്നത് എന്നാണ്. എന്തായാലും ഇങ്ങനെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ പറഞ്ഞാലും ഒന്ന് മറ്റൊന്നിനോട് എതിരാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അന്നഹു അൻസലത അലയ്യ അനിഫൻ സൂറത്തുൻ ഫഖറഅ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അഅതൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തെ കിറാമിനോട് പറയുകയാണ്, എനിക്ക് ഇപ്പോൾ ഒരു സൂറത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സൂറത്ത് അങ്ങ് ഓതി കേൾപ്പിച്ചു. എന്നിട്ട് സ്വഹാബികളോട് ചോദിക്കുന്നു, ഖാല അതദ്റൂന മൽ കൗസറു, സ്വഹാബികളെ കൗസർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ? ഖാലു അല്ലാഹു വറസൂലുഹു അഅലം, നബിയെ ഞങ്ങൾക്കറിയൂല. ഖാല ഹുവ നഹ്റുൻ അഅതാനിഹി റബ്ബി ഫിൽ ജന്ന. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത് സ്വർഗത്തിലെ ഒരു നദിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയ സ്വർഗത്തിലെ ഒരു നദിയാണ് കൗസർ എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മിഅ്റാജിന്റെ രാവിലെ സ്വർഗത്തിൽ ഞാൻ കടന്നു ചെന്നപ്പോ ഒരു നദി ഞാൻ കണ്ടു. ആ നദിയുടെ കരകളിലും മുത്തുകളാലുള്ള ഗോപുരങ്ങളുണ്ട്. ഞാൻ ആ നദിയിൽ എൻ്റെ കൈ വെച്ചു. ഫളറബ്തു ബിയദി ഇലാ മാ യജ്രി ഫീൽ മാ ഖുൽതു മാ ഹാദാ യാ ജിബ്രീൽ ഖാല ഹാദൽ കൗസറുൽ ലദീ അഅതാകഹുല്ലാഹ്. ആ നദിയിൽ കൈവച്ചപ്പോ ഒഴുകിപ്പോകുന്ന വെള്ളത്തിൽ എൻ്റെ കൈയങ്ങ് തട്ടിപ്പോയി. നല്ല കസ്തൂരിയുടെ സുഗന്ധമാണതിന്. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഞാൻ ചോദിച്ചു, ജിബ്രീലെ ഇതെന്താണ്? അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറഞ്ഞു, നബിയേ, അല്ലാഹു അങ്ങേക്ക് നൽകിയ കൗസർ എന്ന നദിയാണിത്. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ കൗസറു നഹ്റും ഫിൽ ജന്ന ഹഫതാഹു ദഹബുൻ വഫില്ല യജ്രി അല ദുർരി വൽ യാഖൂത്ത് മാഉഹു അശദ്ദു ബയാലം മിനൽ ലബൻ വഅഹ്ലാ മിനൽ അസൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കൗസർ എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിലെ ഒരു നദിയാണ്. ആ നദിയുടെ ഇരു കരകളും സ്വർണവും വെള്ളിയുമാണ്. പവിഴത്തിൻ്റെയും മുത്തിൻ്റെയും മേലെയാണ് അതിലുള്ള വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പാലിനേക്കാൾ വെളുത്ത നിറമാണ്, തേനിനേക്കാൾ നല്ല മധുരവുമാണ് ആ പാനീയം.
വേറൊരു റിപ്പോർട്ടിൽ കാണാം തുർബത്തുഹു അത്യബി മിനൽ മിസ്ക്, അവിടുത്തെ മണ്ണ് മിസ്കിനേക്കാൾ നല്ല സുഗന്ധമുള്ള മണ്ണാണ്. വഅബിയദു മിനസ് സൽജ്, മഞ്ഞിനേക്കാൾ വെളുപ്പുമാണ്. ആ നദിയിൽ നിന്ന് സ്വർഗത്തിലെ എല്ലാ നദിയിലേക്കും ജലം പൊട്ടി ഒലിക്കുന്നത് അതിലൂടെയാണ്. മസലുൽ ജന്നത്തില്ലതീ വഉഇദൽ മുത്തഖൂൻ ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമു وأنهار من خمر لذة للشاربين وأنهار من عسل مصفى ولهم فيها من كل الثمرات ومغفرة من ربهم كمن هو خالد في النار وسقوا ماء حميما فقط സൂറത്ത് മുഹമ്മദിൽ സ്വർഗത്തിൽ അരുവികളെ കുറിച്ച് പറയുന്നത് കാണാം. മുത്തഖീങ്ങളായ ആളുകൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗത്തിന്റെ അവസ്ഥ എന്താന്ന് നിങ്ങൾക്കറിയോ? അത് എങ്ങനെ എന്ന് വെച്ചാൽ ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ, പകർച്ച വരാത്ത വെള്ളത്തിന്റെ അരുവികൾ അതിലുണ്ട്. അതുപോലെ രുചിഭേദം സംഭവിക്കാത്ത പാലിന്റെ അരുവികൾ അതിലുണ്ട്. കുടിക്കുന്നവർക്ക് ആസ്വാദ്യമായ മദ്യത്തിന്റെ അരുവികളുണ്ട്. ശുദ്ധീകരിക്കപ്പെട്ട തേനിന്റെ അരുവികളുണ്ട്. അവർക്കതിൽ എല്ലാത്തരം കായ്ക്കനികളുമുണ്ട്. അവരുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനവുമുണ്ട്. എന്നാൽ നരകാവകാശികളുടെ അവസ്ഥ വ്യത്യസ്തമാണ്. അവർക്ക് കൊടും ചൂടുള്ള വെള്ളമായിരിക്കും കുടിപ്പിക്കുന്നത്. അതങ്ങ് അവർ കുടിച്ചാലോ അവരുടെ കുടലുകളെ ഛിന്ന ഭിന്നമാക്കി കളയുന്നതാണ്. സ്വർഗത്തിൽ അരുവികൾക്ക് രുചിക്കോ നിറത്തിനോ വെള്ളത്തിനോ പകർച്ച ഉണ്ടായിരിക്കില്ല. ദുനിയാവിലെ കള്ള് അത് ലഹരി പിടിപ്പിക്കുന്നതാണെങ്കിൽ സ്വർഗത്തിലെ കള്ള് ആസ്വാദ്യകരമാണ്, വല്ലാത്ത രുചിയാണ്. 1-2 ദിവസം കഴിഞ്ഞാൽ ഈ ദുനിയാവിലെ പാല് കെട്ടുപോകും, കേടുവന്നു പോകും, പാല് തൈരായി പോകും. എന്നാൽ സ്വർഗത്തിലെ പാലിന് ഒരു കേടും സംഭവിക്കുന്നില്ല, രുചിക്ക് വ്യത്യാസം വരുന്നില്ല. എത്ര കാലം വരെയും അത് നിന്നാലും ഒരു പകർച്ചയുമില്ല. ഇതൊക്കെ ലഭിക്കാൻ നാം എന്ത് ചെയ്യണം? നമ്മുടെ വിശ്വാസം ഊട്ടി ഉറപ്പിക്കണം, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാകണം, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചോളണം, നിരോധനകൾ വർജിച്ചോളണം. അത്തരക്കാർക്കാണ് സ്വർഗമുള്ളത്. അള്ളാഹു നമുക്കും തൗഫീഖ് നൽകട്ടെ. വബശ്ശിരില്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി അന്ന ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها ولهم فيها أزواج مطهرة وهم فيها خالدون. വിശ്വാസികളായ ആളുകളോടും സൽക്കർമ്മം പ്രവർത്തിച്ചവരോടും സന്തോഷവാർത്ത അറിയിക്കണേ നബിയേ. എന്ത് സന്തോഷവാർത്തയാണ് അറിയിക്കേണ്ടത്? താഴ്ഭാഗത്തിലൂടെ നദികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ അവർക്ക് ലഭിക്കുവാനുണ്ട് എന്ന്. അതിലെ ഓരോ വിഭവവും ഭക്ഷിക്കുവാനായി നൽകപ്പെടുമ്പോൾ ഇതിനു മുമ്പ് ഞങ്ങൾ നൽകപ്പെട്ടത് തന്നെയാണല്ലോ, ഞങ്ങൾക്ക് ലഭിച്ചതാണല്ലോ എന്നവർ പറയും. വാസ്തവത്തിൽ പരസ്പര സാദൃശ്യമുള്ള നിലയിൽ അത് അവർക്ക് നൽകപ്പെടുകയാണുണ്ടായത്. പരിശുദ്ധരായ ഇണകളും അവർക്ക് അവിടെ ഉണ്ടായിരിക്കും. അവർ അവിടെ നിത്യവാസികളായിരിക്കും.
സ്വർഗത്തിൽ നിന്നുള്ള ഓരോ പഴങ്ങൾ അവർക്ക് നൽകപ്പെടും. അവരതിങ്ങനെ കഴിക്കും. പിന്നെയും അതേപോലത്തെ പഴം അവർക്ക് നൽകും. കാണുമ്പോൾ മുമ്പ് കഴിച്ച പഴത്തിൻ്റെ രൂപം തന്നെ. അതുകൊണ്ട് തന്നെ ഒരു പറയും, പടച്ചോനെ, ഇതല്ലേ ഞങ്ങൾ ഇപ്പം നേരത്തെ കഴിച്ചത്, വേറൊരു പഴമാണ് ഞങ്ങൾക്ക് വേണ്ടത്. നേരത്തെ കഴിച്ച പഴം അതിൻ്റെ ടേസ്റ്റ് ഞങ്ങൾ അനുഭവിച്ചല്ലോ, ഇനി വേറൊരു പഴം തരൂ. അപ്പം അവരോട് പറയപ്പെടും, ഇത് നിങ്ങൾ നേരത്തെ കഴിച്ച പഴം അല്ല, ഇതൊന്ന് കഴിച്ചു നോക്കൂ. അവർ അത് കഴിക്കും. എന്നാൽ നേരത്തെ കഴിച്ച പഴത്തേക്കാൾ വ്യത്യസ്തമായ സ്വാദായിരിക്കും. അവർ അങ്ങനെ സ്വർഗത്തിൻ്റെ ഭക്ഷണങ്ങൾ, സ്വർഗീയ നദികളിലെ പാനീയങ്ങൾ കുടിച്ച് സന്തോഷത്തോടെ നിത്യവാസികളായി കഴിഞ്ഞുകൂടും. എന്നാൽ നരകാവകാശികളുടെ അവസ്ഥ എത്രമാത്രം കഠിനമാണ്. വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്നതി അന്നഫീലു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹു ഖാലൂ ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. നരകാവകാശികൾ സ്വർഗാവകാശികളെ വിളിച്ചുകൊണ്ട് പറയും, ഞങ്ങൾക്കല്പം വെള്ളം തരുമോ? ഇവിടുത്തെ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് വല്ലാത്ത ദാഹമുണ്ട്, ഇവിടുത്തെ വെള്ളം കുടിക്കാൻ കഴിയുന്നേയില്ല, ഞങ്ങളുടെ കുടലുകൾ ഉരുകി ഒലിച്ചു പോകുന്നു, വല്ലാത്ത ദാഹമുണ്ട്. അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ എന്തെങ്കിലും ഒരു ഭക്ഷണത്തിൽ നിന്ന് അല്പം ഞങ്ങൾക്ക് തരുമോ? സത്യനിഷേധികൾ, നരകാവകാശികളായ ആളുകൾ സ്വർഗാവകാശികളോട് വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട്, ദാഹത്തിൻ്റെ കാഠിന്യം കൊണ്ട് അവരോട് അപേക്ഷിക്കുകയാണ്. അപ്പം സ്വർഗാവകാശികൾ പറയും, സത്യനിഷേധികളായ ആളുകൾ, ആ ആളുകൾക്കത് അള്ളാഹു അത് രണ്ടും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് തരാൻ പറ്റൂല. അല്ലദീന തഖദൂ ദീനഹും ലഹ്വൻ വലഇബൻ വഗറത്തുഹുമുൽ ഹയാത്തുദ് ദുനിയാ ഫൽയൗമ നൻസാഹും കമാ നസൂ ലിഖാഅ യൗമിഹിം ഹാദാ വമാ കാനൂ ബിആയാതിനാ യജ്ഹദൂൻ. അതായത് തങ്ങളുടെ മതത്തെ വിനോദവും കളി തമാശയുമാക്കുകയും ഐഹിക ജീവിതം കണ്ട് വഞ്ചിതരാവുകയും ചെയ്തവനാണവർ. അതിനാൽ അവരുടേതായ ഈ ദിവസത്തെ കണ്ടുമുട്ടുമെന്നത് അവർ മറന്നു കളഞ്ഞതുപോലെ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ച് കളഞ്ഞിരുന്നതുപോലെ ഇന്ന് നാം അവരെ മറന്നിരിക്കുന്നു. ഞാൻ അവർക്ക് നല്ല പാനീയങ്ങൾ കൊടുക്കൂല, ഞാൻ അവരെ പരിഗണിക്കൂല. അള്ളാഹു നമ്മക്ക് കാത്തു രക്ഷിക്കുമാറാവട്ടെ. അത്തരക്കാരിൽ നിന്ന് നമ്മെ അള്ളാഹു സലാമത്താക്കി തരട്ടെ. സംശുദ്ധ ജീവിതം നയിച്ച് സ്വർഗത്തിൽ കടക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ. മുത്തഖീങ്ങളിൽ അള്ളാഹുവെ ഞങ്ങളെല്ലാവരെയും ബന്ധപ്പെട്ടവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പറഞ്ഞു വന്നത് നെഹ്റുൽ കൗസർ, അത് സ്വർഗത്തിലുള്ള നദിയാണ്. അതേപോലെ തന്നെ മഹ്ശറയിലും ഒരു കൗസറുണ്ട്. അപ്പൊ സ്വർഗത്തിലും കൗസറുണ്ട്, മഹ്ശറിലും കൗസറുണ്ട്. സ്വർഗത്തിലുള്ള കൗസർ നെഹ്റുൽ കൗസർ, മഹ്ശറിലുള്ള കൗസറോ അതാണ് ഹൗദുൽ കൗസർ. മഹ്ശറയിൽ ഒരുമിച്ച് കൂടുന്നതായ സമയത്താണത് വിതരണം ചെയ്യപ്പെടുന്നത്. നന്മ തിന്മകൾ തൂക്കുന്നതിൻ്റെയും സിറാത്ത് പാലവുമായി അഭിമുഖീകരിക്കുന്നതിൻ്റെയും മുമ്പായിട്ടാണ് നൽകപ്പെടുന്നത്. അന്നഹു യുഖ്ശബു ഫീഹി മിസാബാനി മിനസ്സമാഅ് അന്നഹിരിൽ കൗസർ വ അന്ന അലൈഹി ആനിയത്തുൻ അദദ നുജൂമിസ്സമാഅ്. നേരത്തെ പറഞ്ഞ സ്വർഗത്തിലെ കൗസറിൽ നിന്ന് അഥവാ നെഹ്റുൽ കൗസറിൽ നിന്ന് ആകാശത്തിലൂടെ രണ്ട് പാത്തികളിലായി
വെള്ളം ചാടിക്കൊണ്ടിരിക്കും. ആ തടാകത്തിൽ നക്ഷത്രങ്ങൾ കണക്കെ കോപ്പകൾ ഉണ്ടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഹൗലി മസീറത്തു ഷഹരിൻ മാഉഹു അബിയദു മിനൽ ലബൻ വരിഹുഹു അത്യബു മിനൽ മിസ്ക് വകിസാനുഹു കനുജൂമിസ് സമാ മൻ ശരിബ മിൻഹാ ഫലാ യളുമഉ അബദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എൻ്റെ ഹൗല് ഒരു മാസത്തെ സഞ്ചാര ദൂരമുള്ളതാണ്. അതിലെ വെള്ളം പാലിനേക്കാൾ വെളുത്തതാണ്. അതിലെ വാസന കസ്തൂരിയേക്കാൾ സുഗന്ധമാണ്. അതിലെ കോപ്പകൾ ആകാശത്തിൻ്റെ നക്ഷത്രങ്ങളെ പോലെയാണ്. ആരെങ്കിലും അതിൽ നിന്ന് ഒന്ന് കുടിച്ചാൽ പിന്നെ ഒരിക്കലും അവന് ദാഹിക്കുകയില്ല. തിരു മുസ്തഫ നബിക്കുള്ള ഹൗലുൽ കൗസറ, കുടിക്കുന്ന രസമെന്താണതിൽ നിന്നക്ക് സറ. പുറത്തുള്ള മണ്ണും ചരലും മിസ്കും അമ്പറ, പിന്നെന്തു പറയാനാ ഹബീബേ ഉള്ളറാ. മുത്തുനബിന്റെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ കുടിക്കാൻ സാധുക്കളായ ഞങ്ങൾക്കും തൗഫീഖ് നൽകണേ റഹ്മാനേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അന ഫറതുകും അലൽ ഹൗൽ മൻ വറദ ശരിബ വമൻ ശരിബ ലം യൽമ അബദാ. ഹൗലിന്റെ അടുത്ത് ഞാൻ നേരത്തെ പോയി നിങ്ങളെ കാത്തു നിൽക്കുന്നതാണ്. ആരെങ്കിലും അതിൽ വന്നാൽ അവൻ അതിൽ നിന്ന് കുടിക്കുന്നതാണ്. അങ്ങനെ അവന് കുടിച്ചാലോ പിന്നീട് സ്വർഗത്തിലെത്തുന്നത് വരെ അവന് ദാഹിക്കൂല. ഇന്നനാനർജു ഇലാ കഅസി ഹൗലിക ലിൽഅതശ് യൗമ നശ്രി കിതാബിയാ സയ്യിദി ഖൈറൻ നബി. ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. എന്നാൽ മുത്തുനബിൻ്റെ കാലശേഷം ദീനിൽ കടത്തിക്കൂട്ടലുകൾ നടത്തിയതായ പുത്തൻ പ്രസ്ഥാനക്കാര് മുത്തുനബിയുടെ ഹൗലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരും. വെള്ളം കുടിക്കാൻ വേണ്ടി ഇങ്ങനെ വരുമ്പോൾ മുത്തുനബി തങ്ങൾ അവരെ വിളിക്കും. പക്ഷേ അവർ അതിനെ തൊട്ട് അകന്നകന്നകന്നു പോകുന്നതാണ്. കാരണം ചോദിക്കും, എന്താണ് ഇവരെ ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ ഹൗലിനെ തൊട്ട് അകന്നകന്ന് പോകുന്നത് എന്തുകൊണ്ടാണ്? അപ്പം അതാ പറയപ്പെടുന്നു, നബിയേ, അവർ ദീനിൽ അനാചാരങ്ങൾ ഉണ്ടാക്കിയവരാണ്. അവർക്ക് വെള്ളമില്ല, വെള്ളം കൊടുക്കാൻ പറ്റൂല. ആ പുത്തൻ പ്രസ്ഥാനക്കാരായ ആളുകളെ, ബിദ്അത്തിന്റെ ആളുകളെ അങ്ങനെ ആട്ടിയോടിക്കുകയാണ്. അലാ ലയുദാദന്ന റിജാലുൻ അൻ ഹൗലി കമാ യുദാദുൽ ബഈറുല്ലാൽ. കൂട്ടം തെറ്റി വന്ന ഒട്ടകത്ത് അന്യന്റെ തടാകത്തിലേക്ക് വെള്ളം കുടിക്കാൻ വരുമ്പോ അതിൻ്റെ ഉടമ അതിനാട്ടിപ്പായിക്കുന്നത് പോലെ ചില ആളുകളെ ഹൗലിനെ തൊട്ട് ആട്ടിപ്പായിക്കുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നതാണ്. അള്ളാഹു അത്തരക്കാരിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അവർ ദീനിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവരാണ്. അള്ളാഹു തൃപ്തിപ്പെടാത്ത പലതും ചെയ്തവരാണ്. അത്തരം നിർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ പെടുത്താതിരിക്കട്ടെ. മതി വരുവോളം ഹൗദുൽ കൗസർ കുടിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ് ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ആയത്ത് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് അടുത്ത 2 ആയത്തുകൾ തൊട്ടടുത്ത ക്ലാസ്സുകളിൽ പറയാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.